ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ അവക്കാഡോയാണ്. ഇത് നമ്മുടെ പറമ്പിലും ഉണ്ട് കുറേ അവക്കാഡോ. ഇത് കുറേ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, അവക്കാഡോ നല്ല ഔഷധ ഗുണമുള്ള പഴമല്ലേ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസയും കിട്ടും. പക്ഷേ ഞങ്ങൾ കൊടുക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിലാകെ 2-3 മരമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു മരേ വീട്ടിലുള്ളതേ കായ്ച്ചിട്ടുള്ളൂ. പറമ്പിലുള്ളതൊന്നും കായ്ച്ചിട്ടില്ല. ഇപ്പോൾ പറമ്പിൽ കുറേ 4-5 എണ്ണം നട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർ കൂടിയിട്ട് അവക്കാഡോ ബ്രാൻഡ് ചെയ്യാൻ പോവാണ്. കുറേ ചേട്ടന്മാർ സാറുമാരൊക്കെ കൂടിയിട്ട് വയനാടൻ അവക്കാഡോയാണ് ബ്രാൻഡ് ചെയ്യുന്നത്. വയനാടൻ അവക്കാഡോയ്ക്ക് നല്ല വില കിട്ടും. പിന്നെ ഇതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ട് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. 30-31 തീയതികളിലാണ് ഇതിൻ്റെ അവക്കാഡോ ഫെസ്റ്റ് അമ്പലവയലിൽ വെച്ച് നടക്കുന്നുണ്ട്. അമ്പലവയൽ വ്യാപാര വനത്തിൽ വെച്ചാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത്. അവക്കാഡോ പല തരം ഉണ്ടല്ലോ. നമ്മൾ പണ്ടൊരു ദിവസം നമ്മൾ മീനങ്ങാടിയിൽ സംപ്രീത് എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. താമരയും അവക്കാഡോയും എല്ലാം ഉള്ള നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടന് ഇതേപോലെ കുറേ ഉണ്ട്. അവക്കാഡോ ഫെസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് ഈ ചേട്ടൻ പറഞ്ഞു തരുന്നതാണ്. വയനാട് അമ്പലവയൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവക്കാഡോ മാർക്കറ്റിലെത്തുന്നതും അതുപോലെ മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നതും അമ്പലവയലിൽ നിന്നാണ്. അതേസമയം വയനാട് അവക്കാഡോ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലെത്തുന്ന സമയം ജൂലൈ-സെപ്റ്റംബർ പീരിയഡിലാണ്. അതുകൊണ്ട് കർഷകർക്ക് ആവശ്യമായ വില ലഭിക്കുന്നതിനുള്ള പലതരം പരിഹാരങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ വർക്ക്ഷോപ്പിലൂടെ നമ്മൾ ജനങ്ങളിലേക്ക്, കർഷകരിലേക്ക് എത്തിക്കുന്നത്. അതായത് ഫ്രഷ് ഫ്രൂട്ട്സിനെ കൂടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സായ അവക്കാഡോ പൗഡർ, അല്ലെങ്കിൽ അതായത് സ്പ്രേ ഡ്രൈഡ് അവക്കാഡോ പൗഡർ, അല്ലെങ്കിൽ ഫ്രീസ് ഡ്രൈഡ് അവക്കാഡോ പൗഡർ, അല്ലെങ്കിൽ ട്രേ ഡ്രൈഡ് അവക്കാഡോ പൗഡർ, ഇതിനൊക്കെ 6 മന്ത്സിന് മേലെ ഷെൽഫ് ലൈഫ് കിട്ടും. അത് ത്രൂ ഔട്ട് ദ ഇയർ അത് അവൈലബിൾ ആക്കാനും പറ്റും. അതുപോലെ ഉള്ളതാണ് അവക്കാഡോ ഓയിൽ. അതായത് പൾപ്പിൽ നിന്ന് ഏറ്റവും 73% ഓയിൽ കിട്ടുന്ന അവക്കാഡോ ഓയിൽ ഇന്ന് മറ്റേതൊരു ഓയിലിനേക്കാളും US മാർക്കറ്റിൽ ഏറ്റവും അധികം അതിന് ഒരു ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ഇന്ത്യയിലുള്ള മാർക്കറ്റും ഒരു പരിധി വരെ നമുക്ക് ഏറ്റവും ഹെൽത്തി ഓയിൽ, അത് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സിൻ്റെ ഭാഗമായിട്ട് ചേർക്കുന്ന ഒരു സമയം അടുത്തു തന്നെ വരും. ഇതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റ് കെനിയയിൽ നിന്നുള്ളതും ഓസ്ട്രേലിയൻ അവക്കാഡോ എന്നിവ ബ്രാൻഡായിട്ട് എത്തുന്നതിന് ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനും വയനാട്ടിൽ നിന്ന് വിളയുന്ന അവക്കാഡോക്ക് സാധ്യമാകും. അതിന് വേണ്ടുന്ന വാല്യൂ അഡീഷൻ, അതുപോലെ പോസ്റ്റ് ഹാർവെസ്റ്റ് ഹാൻഡ്ലിങ്, അതുപോലെ വാല്യൂ ചെയിൻ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്.